വെൽക്കം ടു ക്യാമ്പസ് വേസ്. ഈ അഡ്മിഷൻ ഒക്കെ എടുക്കുന്ന ടൈം ആവുമ്പോൾ എല്ലാ വർഷവും കുട്ടികൾ വന്ന് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് BBA ആണോ BCom ആണോ നല്ലതെന്നുള്ളത്. ഇതിൽ ഏത് കോഴ്സ് പഠിച്ചാലാണ് പെട്ടെന്ന് ജോലി കിട്ടുന്നത്, ഇതിൽ ഏതാണ് പഠിച്ച് പാസ്സാകാൻ എളുപ്പം, ഹയർ സ്റ്റഡീസ് ഓപ്ഷനൊക്കെ ഏതിനാ ഉള്ളത്, വിദേശത്തോട്ട് പോയാൽ ഓപ്പർച്യൂണിറ്റീസ് ഏതാ ഉള്ളത്, അങ്ങനെ ഒരു 100 ഡൗട്ട്സ് ആണ് എല്ലാ വർഷവും ചോദിക്കുന്നത്. അപ്പോൾ ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് 1-2 കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ കൊമേഴ്സ് ഫീൽഡിലുള്ള 2 കോഴ്സുകളാണ് BBAയും BComഉം. ഇതിൽ കൊമേഴ്സ് ഫീൽഡിലെ മേജർ കോഴ്സ് BCom തന്നെയാണ്. BComന്റെ സിലബസിൽ നിന്ന് വന്ന വേറൊരു കോഴ്സാണ് BBA. ഇപ്പോൾ BCom ബാച്ചലർ ഓഫ് കൊമേഴ്സ്, BBA ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഈ 2 കോഴ്സുകളും 3 ഇയേഴ്സ് ഡിഗ്രി കോഴ്സാണ്. ഇപ്പോൾ ഓണേഴ്സ് ഡിഗ്രി വന്നിട്ടുണ്ട്, അപ്പോൾ 4 ഇയേഴ്സ് ആവും. പിന്നെ ഇവ തമ്മിലുള്ള പ്രധാന ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ BComൽ അക്കൗണ്ടിങ്, മാനേജ്മെന്റ് ഈ 2 ടോപ്പിക്കാണ് മേജറായിട്ട് കവർ ചെയ്യുന്നത്. BBAയുടെ കേസ് വരുമ്പോഴത്തേക്ക് അക്കൗണ്ടിങ് ഉണ്ട്, പക്ഷെ വലിയ ഡീപ്പിലില്ല, ചെറിയ രീതിയിലെ അക്കൗണ്ടിങ് ഉള്ളൂ. പക്ഷെ മാനേജ്മെന്റ് ടോപ്പിക്സ് ആണ് കൂടുതലായിട്ടും BBAയിൽ വരുന്നത്. പക്ഷെ BComനെക്കാട്ടിയും കൂടുതൽ ടോപ്പിക്സ് വരുന്നതല്ല ഞാൻ പറഞ്ഞത്. BComൽ 2 ടോപ്പിക്സ് ഉണ്ട്, BBAയിൽ അക്കൗണ്ടിങ് കുറവും, എന്നാൽ മാനേജ്മെന്റ് ടോപ്പിക്സ് ആയിരിക്കും അക്കൗണ്ടിങ്ങിനെക്കാട്ടിയും കൂടുതലായിട്ട് വരുന്നത്. ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് വരുന്നത്. ഈ ഡിഫറൻസിന്റെ ബേസിൽ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും, BCom ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ് ഫീൽഡിലോട്ടും മാനേജ്മെന്റ് ഫീൽഡിലോട്ടുള്ള ജോലികൾക്ക് നിങ്ങൾ എലിജിബിൾ ആണ്, അതായത് നിങ്ങൾ ആപ്റ്റ് ആണ്. പക്ഷെ BBA പഠിക്കുമ്പോൾ അക്കൗണ്ടിങ്ങിന് നിങ്ങൾ അത്ര ആപ്റ്റ് അല്ല. പിന്നെ അക്കൗണ്ടിങ്ങിലൊക്കെ അത്യാവശ്യം സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ അക്കൗണ്ടിങ് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് മാനേജ്മെന്റ് ജോലികൾ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ഏതാണെന്നുള്ളൊരു ഡൗട്ടുള്ള സ്റ്റുഡൻസിന് ഇപ്പോൾ ഒരു ഉത്തരം കിട്ടി കാണുമല്ലോ. BBA BCom കമ്പയർ ചെയ്യുമ്പോൾ BBAയെക്കാട്ടിയും ഓപ്പർച്യൂണിറ്റീസ് 100% BComന് തന്നെയാണ്. പിന്നെ ഒരു വിഭാഗം സ്റ്റുഡൻസ് BBA എന്ന് പറഞ്ഞൊരു കോഴ്സ് ചൂസ് ചെയ്യുന്നതിനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് പഠിച്ച് പാസ്സാവണം. ഇപ്പോൾ BCom ഒക്കെ ആകുമ്പോൾ ഭയങ്കര അക്കൗണ്ടിങ് ഒക്കെ വരും, പഠിച്ച് പാസ്സാവാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, മാനേജ്മെന്റ് ആകുമ്പോൾ കുറേ തിയറി ഒക്കെ അല്ലേ, പെട്ടെന്ന് പഠിക്കാമെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, BBA ചൂസ് ചെയ്യും. അപ്പം ഇങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരു അബദ്ധം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ BBAയുടെ കേസ് വരുമ്പോൾ BBA AICTEയുടെ അണ്ടറിലായിട്ടുണ്ട്. AICTEയുടെ അണ്ടറിലായതുകൊണ്ട് തന്നെ BBA പാസ്സാകാൻ ഇപ്പോൾ ഭയങ്കര പാടാണ്. ശരിക്കും പറഞ്ഞാൽ BComനെക്കാട്ടിയും ടഫാണ് BBA പാസ്സാവാനായിട്ട്. പക്ഷേ BComന്റെ കേസ് വരുമ്പോൾ കുറേ കുട്ടികൾ അക്കൗണ്ടിങ് പഠിക്കണമല്ലോ എന്നുള്ള ബുദ്ധിമുട്ടിൽ BCom ചൂസ് ചെയ്യണം, ഞങ്ങൾക്ക് BBA എന്ന് പറഞ്ഞു പോകും. പക്ഷെ അങ്ങനെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല, BCom പഠിച്ച് പാസ്സാകാൻ വളരെ എളുപ്പമാണ്. BComന്റെ കേസ് വരുമ്പം ഇപ്പം ആദ്യത്തെ 4 സെമസ്റ്ററിലും MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് BComന് കൂടുതലും വരുന്നത്. അതുകൊണ്ട് തന്നെ BCom എളുപ്പമാണ്. ഇപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റികളുടെ ഒരു പാസ് പെർസെൻറ്റേജ് ഒക്കെ നോക്കുമ്പം ഇപ്പം BBAയെക്കാട്ടിയും കൂടുതൽ പാസ് പെർസെൻറ്റേജ് ഉള്ളത് BComനാണ്. BBAയെക്കാട്ടിലും ഓരോ സെമസ്റ്ററിലും പെർസെൻ്റ് അളവും BComന് കുറവാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വൈസ് BBAയെക്കാട്ടിയും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് BComനാണ്. പിന്നെ അത് കൂടാതെ തന്നെ എളുപ്പം, അതായത് പഠിക്കാനുള്ളൊരു സിലബസിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ എക്സാമിൻ്റെ ഒക്കെ ഒരു ഈസി നോക്കുമ്പോഴും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ BBAയെക്കാട്ടിയും കുറച്ചും കൂടി നല്ലത് BCom എടുത്ത് പഠിക്കുന്നതായിരിക്കും. ഇനി ഹയർ സ്റ്റഡീസിൻ്റെ കാര്യം നോക്കിയാൽ ഇപ്പം BBA കഴിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹയർ സ്റ്റഡീസ്, അതായത് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നത് MBA ആണ്. MBAയിൽ തന്നെ മാർക്കറ്റിംഗ്, HR അല്ലെങ്കിൽ ജനറൽ MBA ഇതൊക്കെയാണ് അവർക്ക് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത്. കാരണം അവർ BBAയിൽ പഠിക്കുന്ന പോർഷൻസ് ഇതാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയി പോയാലല്ലേ അവർക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ. പക്ഷെ BCom കഴിഞ്ഞ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ MBAയിലാണെങ്കിൽ പോലും MBAയിലെ ഏത് സ്പെഷ്യലൈസേഷൻ പഠിക്കാനും അവർക്ക് ആപ്റ്റ് ആണ്. കാരണം അവർ ആ കോഴ്സ് ചിലപ്പോൾ ഫിനാൻസ് ഒക്കെ ആണെങ്കിലും ആ പോർഷൻസ് എല്ലാം തന്നെ അവർ BComൽ കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ HRന്റെ പോർഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ പോർഷൻസ് ആയിക്കോട്ടെ, അതെല്ലാം തന്നെ അവർ BComൽ കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ MBAക്ക് ഏത് സ്പെഷ്യലൈസേഷൻ എടുത്ത് പഠിക്കാനും BCom സ്റ്റുഡൻസ് ആണ് BBA സ്റ്റുഡൻസിനെക്കാട്ടി ആപ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ MBA മാത്രമല്ല, ഇപ്പോൾ BCom കഴിഞ്ഞവർക്ക് MCom പഠിക്കാം, ACCA, CMA, അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറി കോഴ്സ്. ഇത് കൂടാതെ ഇപ്പം വിദേശ രാജ്യങ്ങളിൽ പോയി ഹയർ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പെഷ്യലി ഫോറിൻ കൺട്രീസിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സാണ് MSc അക്കൗണ്ടിങ് എന്നുള്ളത്. അപ്പോൾ BCom പഠിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻസിന് ഫോറിൻ കൺട്രീസിലൊക്കെ പോയി MSc അക്കൗണ്ടിങ് കോഴ്സൊക്കെ ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. അപ്പോൾ ഹയർ സ്റ്റഡീസിൻ്റെ കാര്യം നോക്കുമ്പോഴും കുറച്ചുകൂടി ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് BBAയെക്കാട്ടി BComകാർക്കാണ്. പിന്നെ BComന്റെ കൂടി ഇപ്പോൾ MG യൂണിവേഴ്സിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഒക്കെ സ്പെഷ്യലൈസേഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസേഷൻ. അപ്പോൾ കുട്ടികൾക്ക് അത് ആഡ് ഓൺ ആയിട്ട് എടുത്ത് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ലോജിസ്റ്റിക്സ് ഒക്കെ പഠിക്കാൻ, ലോജിസ്റ്റിക്സ് മേഖലയിലോട്ടൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് BCom ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ ഈ ആഡ് ഓൺ പ്രോഗ്രാമുകളുടെ കേസ് നോക്കുമ്പോൾ കുറേ കോളേജുകാർ കുറേ ആഡ് ഓൺ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, BBAക്ക്
പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ആഡ് ഓൺ പ്രോഗ്രാമും ബികോമിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ACCA CMA പോലുള്ള ആഡ് ഓൺ പ്രോഗ്രാംസ് BBAക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആഡ് ഓൺ പ്രോഗ്രാമിന്റെ കേസ് നോക്കിയാലും BBAക്കാട്ടിയും കുറച്ചുകൂടി ഓപ്ഷൻസ് അവൈലബിൾ ബികോമിനാണ്. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് കോഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം സ്റ്റുഡൻസിന്റെ ഒരു ഡൗട്ട് ഇത് കേട്ടപ്പോൾ ക്ലിയർ ആയി കാണുമല്ലോ. ഏത് കോഴ്സിനാണ് ഓപ്പർച്യൂണിറ്റി കൂടുതൽ, ഏത് കോഴ്സാണ് പെട്ടെന്ന് പാസ്സാവുന്നത്, ഏതിനാണ് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് കൂടുതൽ, അല്ലെങ്കിൽ വിദേശത്തോട്ട് പോയാൽ ഓപ്പർച്യൂണിറ്റീസ് ഏതിനാണ്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഇനി നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ബികോം പഠിക്കണോ BBA പഠിക്കണോ എന്ന്. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞതിനെ പറ്റിയൊക്കെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സസ് ഒക്കെ പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് കോളേജസ് ഏതാണെന്ന് അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.